ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിറ്റ് മാജിക് ലവ്. ഇന്ന് ഞങ്ങൾ കൊല്ലം ആശ്രാമത്ത് ടൈറ്റാനിക് എക്സിബിഷൻ കാണാൻ പോയിരുന്നേ. അവിടുത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ടൈറ്റാനിക്കിലേക്ക് കയറുവാണ് ഗൈസ്. DJ അമ്യൂസ്മെൻറ്റ്സ് ആണ് ഇത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ കയറി വാടെ തന്നെ അന്തം വിട്ടുപോയി ഗൈസ്. അത്രയും അമേസിങ് ആയിരുന്നു ഗൈസ്. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് നോക്കിക്കേ. ഞങ്ങൾ ഡെക്കിലേക്ക് പോവുകയാണ്. ഇതാ ഇവിടുത്തെ ലാമ്പ് നോക്കിക്കേ, സൂപ്പറല്ലേ ഗൈസ്. ഞങ്ങൾ ഡെക്കിലേക്ക് പോയി. ഭാഗമാണ് ആക്ച്വലി ഷിപ്പിൻ്റെ. അപ്പം അവിടെ സൂപ്പറായിരുന്നു കേട്ടോ. ഗൈസ്, ആ ഹോൾവേ നോക്കിക്കേ, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തൊരു ഡീറ്റെയിലിംഗ് ആ ഗൈസ്. ആ ഷാൻഡിലിയേഴ്സ് നോക്കിക്കേ, കിടിലമല്ലേ. ഞങ്ങൾ ബാങ്ക്വറ്റ് ഹാളിലേക്ക് പോവുകയാണ്. ഇവിടെയാണ് ജാക്കും റോസും ആദ്യമായിട്ട് ഡാൻസ് ചെയ്തത്. ടൈറ്റാനിക് സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഇതൊന്ന് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ സൂപ്പറാണ് ഗൈസ്, അടിപൊളി. ഇതാണ് ഐക്കോണിക് സീൻ. ജാക്ക് റോസിനെ ആദ്യമായിട്ട് വരയ്ക്കുന്ന ഈ ഒരു സ്പോട്ടിലാണ് ഗൈസ്. എന്ത് റിയലിസ്റ്റിക് ആണ്. ഞങ്ങളിവിടെ നിന്ന് സെൽഫി ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചു. അതിന് ശേഷം ഞങ്ങൾ കണ്ടത് റോസിൻ്റെ നെക്ലസ് ആണ്. സൂപ്പർബ്, വെൽ ക്രാഫ്റ്റഡ്. ഞാൻ എൻ്റെ കുട്ടി ജാക്കുമായിട്ട് ഒന്ന് നിൽക്കാൻ ശ്രമിച്ചായിരുന്നു ഗൈസ്. ഒരുപാട് പ്രയത്നത്തിന് ശേഷം ഞങ്ങളൊന്ന് സെറ്റായി ആ സീനൊന്ന് ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. പിന്നെ ഞങ്ങൾ ടൈറ്റാനിക്കിൻ്റെ മിനിയേച്ചറിനെ കണ്ടു. ഇതാണ് മിനിയേച്ചർ വേർഷൻ. സൂപ്പറല്ലേ. ടൈറ്റാനിക് മൂവി കണ്ടവർക്കറിയാം, നമുക്ക് ഏറ്റവും കൂടുതൽ സാഡാക്കുന്ന ഒരു സീനാണ് ഇതിവിടെ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അങ്ങോട്ടൊരു മ്യൂസിയമിൻ്റെ ഒരു സെറ്റിംഗ് ആണ്. ടൈറ്റാനിക്കിൻ്റെ ഹിസ്റ്ററിയും അവർ യൂസ് ചെയ്ത ഇൻസ്ട്രുമെൻസും വെപ്പൻസും അതുപോലെ തന്നെ പലതരത്തിലുള്ള പോർട്രേറ്റ്സും അതുപോലെ ജാക്കും റോസും യൂസ് ചെയ്ത ഡ്രസ്സും അതിൻ്റെ എല്ലാം റെപ്ലിക്കാസ് ഇവിടെ കാണാൻ പറ്റും. അടിപൊളിയാണ് ഗൈസ്, മസ്റ്റ് വാച്ചാണ്. മൂവിയിൽ ഐക്കോണിക് സീൻസ് വരെ ഇവിടെ പോർട്രേറ്റ് വെച്ചിട്ടുണ്ട്. അത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഈ ഒരു എക്സ്പോ എല്ലാവരും വന്ന് കാണുക. ഇതിന് ശേഷം ഞങ്ങൾ പോയത് ഗുണ കേവിലാണ്. എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ആദ്യമായിട്ടാണ് ഈ ഇത്രയും ചെറിയ സ്പേസിലൂടെ ഞാൻ നടന്നു പോകുന്നത്. അത് ഇച്ചിരി പാടാണ് എനിക്ക്. ആരാണിത്? ഒരു ഷെയ്ഡ് നോക്കണേ. ഗൈസ്, നോക്കിയിട്ടും തീരുന്നില്ല കേട്ടോ. ഒരുപാടുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ നടന്ന് അവസാനം ഇവിടെ ഒരു വാട്ടർഫോൾ കണക്കിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. ഫോട്ടോ എടുത്തു. പിന്നീടുള്ളതൊക്കെ നമ്മൾ സ്ഥിരം എക്സിബിഷനിൽ കാണുന്ന കുറച്ച് എൻ്റർടൈൻമെൻറ്റ്സ് ആണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ പരിചിതമായിട്ടുള്ള കുറച്ച് ഗെയിംസൊക്കെയാണ്. ഞങ്ങൾ
കുഞ്ഞിനെയും കൊണ്ട് ബോൾ പൂളിൽ പോയിരുന്നേ. അവൻ എൻജോയ് ചെയ്തു. പിന്നീട് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള റൈഡ്സ് ഒക്കെ കണ്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.